നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസ് ചാനലിൽ പലതരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. പല ശാസ്ത്ര വിഷയങ്ങൾ വിശദീകരിക്കാറുണ്ട്, ചരിത്രം വിശദീകരിക്കാറുണ്ട്, മതപരമായ കാര്യങ്ങൾ, ഫിലോസഫി, അങ്ങനെയുള്ള പല ഡിസ്കഷൻസും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ ആ നിലക്ക് എല്ലാ തരത്തിലും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട കോണ്ടന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ചില ആളുകൾ പിന്നെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആൾക്കാർ നമ്മുടെ ചാനലിൽ കയറിയപ്പം അവർക്ക് ഈ ചാനൽ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നോക്കുമ്പോൾ ഫുള്ള് സയൻസ്. അതെ, ആ ഒരു അനുഭവം അവരെന്നെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഒരു കാര്യം പറയാട്ടോ. അപ്പൊ ഇദ്ദേഹം അൺമാസ്കിംഗ് അനോമലീസ് ടീമിൽ തന്നെ ഉള്ളതാണ്. ഈയിടെ അൺമാസ്കിംഗ് ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു സയൻസ് ചാനലാണോന്ന് നമുക്ക് തോന്നും. എന്താ കാരണം? അതിന്റെ തംബ്നെയിലൊക്കെ എന്താ എവല്യൂഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെയാണ്. ഇസ്ലാം പോടി പോലും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടാൽ ഇത് സയൻസ് ചാനലാണോ എന്ന് തോന്നുന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പല വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ പരിശോധിച്ച് നോക്കിയാൽ, അതിലെ പ്ലേലിസ്റ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഭാഗത്ത് സയൻറ്റിഫിക്കായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് കാണാൻ പറ്റും, ഇസ്ലാം വിമർശനങ്ങൾക്കുള്ള മറുപടി കാണാൻ സാധിക്കും, ലൈവ് ചർച്ചകൾ കാണാൻ സാധിക്കും, ഡിബേറ്റ്സ് കാണാൻ സാധിക്കും, ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചിലപ്പം ചില ആളുകൾക്ക് ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എണ്ണം സജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് സയൻസ് ചാനലാണോ എന്ന് തോന്നൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇമാതിരിയുള്ള ആൾക്കാരുടെ ചാനലിൽ പോയാൽ പിന്നെ അബദ്ധത്തിൽ പോലും ഒരാൾക്ക് ഇത് സയൻസ് ചാനലാണോ എന്നുള്ളൊരു സംശയം പോലും വരില്ല എന്നുള്ളതാണ്. കാരണം ഫുള്ള് വെറുപ്പ് മാത്രമാണ്. അപ്പം വെറുപ്പ് ചാനലാണെന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്ത്രീ പുരുഷ ഇൻട്രാക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ എനിക്കൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ചാനലിൽ അവിടെ സയൻസ് ഒന്നും പറയാൻ പാടില്ല എന്നൊരു മുൻധാരണ ഉണ്ടല്ലോ ഇവർക്ക്. അത് ഞങ്ങൾ മാത്രം പറയേണ്ടതാണ്, അത് നിങ്ങളൊന്നും അത് പറയരുത്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അത്ഭുതമാണ് ഈ പറച്ചിൽ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇവർ പറഞ്ഞ സയൻസ്, പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ പറഞ്ഞാലും അതിൻ്റെ ഏത് മെഷർമെൻ്റ് എടുത്താലും അവിടെ എല്ലാം ഖുർആനിന് തെറ്റ് പറ്റുന്നില്ല എന്നാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്യണത്. അത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വർത്താനാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജെൻഡർ ഇൻട്രാക്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമീർക്ക നടത്തിയിട്ടുള്ളൊരു പ്രസംഗം അത് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അവരുടെ ഇൻട്രാക്ഷൻസ്, അവർക്ക് പരസ്പരം കാണുമ്പോൾ അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യാൻ ഉള്ള അതിലേക്ക് എത്തുന്ന വഴികൾ, അതിലേക്കുള്ളൊരു സയൻസ് വിശദീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ ഈ പൊട്ടൻ ആനയെ കണ്ടതുപോലെ എന്ന് പറഞ്ഞതുപോലെ ഒരു സയൻസ് വിശദീകരിക്കുന്നത് ഈ സയൻസുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ കേട്ടിരുന്ന് കമൻ്റ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിനുള്ളൊരു ക്ലാസിക് എക്സാമ്പിളായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ വിഷയങ്ങളിൽ അവർ പറയുന്ന ന്യായങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ചോദ്യങ്ങൾ, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പിന്നെ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ, കാരണം ഒരു പുരുഷൻ്റെ താല്പര്യം, ലൈംഗിക താല്പര്യം, അതിനൊക്കെ വിശദീകരിച്ചപ്പോൾ ഇവർക്ക് ആദ്യം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇവർ പറഞ്ഞ ധാർമ്മികതയാണോ, അതായത് ഇവരുടെ യുക്തിയുഗം മാസികയിലുണ്ടല്ലോ, ഓരോ പുരുഷനും ഒരു പുതിയ ഓരോ സാധ്യതകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുന്നിലുള്ള ഓരോ സ്ത്രീയും ഒരു സാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ അതേ മൊറാലിറ്റി തന്നെയാണോ എന്നുള്ളൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് നോക്കാം, അമീർ ഖാന്റെ സംസാരം, അതിനുശേഷം. ഇനി എന്താണ് പുരുഷനെ ടേൺ ഓൺ ചെയ്യുന്നത്, ഒരു മീറ്റിംഗിലേക്ക് ടേൺ ഓൺ ചെയ്യുന്നത്? പുരുഷനെ ടേൺ ഓൺ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി പിന്നെ 1 പെണ്ണിന്റെ ബോഡിയാണ്, നേരത്തെ പറഞ്ഞ പോലെ. 2 അവളുടെ ബ്യൂട്ടി, 3 ഹെൽത്ത്, 4 ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ബ്രെയിൻ എപ്പോഴും നോക്കുക, വംശം നിലനിർത്തണം എന്നുള്ളതാണ്, തലമുറകൾ ഉണ്ടാവണം, അങ്ങനെയാണ് സ്പീഷീസുകൾ നിലനിൽക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മളെ മാസികയിൽ പറഞ്ഞു വെച്ചത്? കിട്ടിപ്പോയി. ഇതിൽ ഇയാള് സയൻസ് ഒക്കെ കുറെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ അയാളത് എക്സ്ട്രാപോലേറ്റും ജനറലൈസും ചെയ്യും, അതേ ഉള്ളു പ്രശ്നം. അതല്ല, നമ്മളെ മാസികയിൽ എഴുതി വെച്ചത് തന്നെയല്ലേ? അതന്നെ, മാസിക വായിച്ചിട്ടാണ് ഇയാൾ ഇതിന് വന്നതെന്ന് തോന്നുന്നു. അതെ, ഇതിലിപ്പോ എഴുതി വെച്ചിരിക്കുന്ന എന്താ, ഒന്ന് വായിച്ചാൽ ഇപ്പൊ പറഞ്ഞ എന്താണ്, അതായത് ചുരുങ്ങിയ സമയത്തിൽ പരമാവധി പങ്കാളികളിലേക്ക് തന്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി ആ അടുത്ത തലമുറയിലേക്ക് തന്റെ ജനിതക പദാർത്ഥത്തിന്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷന്റെ പരിണാമ ലക്ഷ്യം. ഇത് തന്നെയാണ് വെർബാറ്റിം, അത് തന്നെയാണ് പറഞ്ഞത്, വാക്കുകൾ പോലും സെയിം, അത് വായിക്കണ പോലെ ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് പിന്നെ ടേൺ ഓൺ ഡെഫിനറ്റ്ലി പിന്നെ 1 പെണ്ണിന്റെ ബോഡിയാണ്, നേരത്തെ പറഞ്ഞ പോലെ. 2 അവളുടെ ബ്യൂട്ടി, 3 ഹെൽത്ത്, 4 ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ബ്രെയിൻ എപ്പോഴും നോക്കുക, വംശം നിലനിർത്തണം എന്നുള്ളതാണ്. ഇതന്നെയല്ലേ, വംശം നിലനിർത്തുക, പരമാവധി ആളുകളിലേക്ക് വിജയകരമായി എത്തിക്കുക, അപ്പോഴാണ് വംശം നിലനിൽക്കുള്ളൂ.
അങ്ങനെയാണ് കുറവുകൾ അത് ഉണ്ടാവണം. സാധ്യത അങ്ങനെയാണ് എന്നുള്ള വാക്ക് സ്പീഷീസുകൾ ഉപയോഗിച്ചത് അവിടെ. അതെ. മാസികയിലെ നിലനിൽക്കുന്നത്. സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആണിനെ പിന്നെ ടേൺ ഓൺ ചെയ്യുന്ന ഫാക്ടറുകൾ. അതേസമയം പെണ്ണിനെ ടേൺ ഓൺ ചെയ്യുന്ന ഫാക്ടറുകൾ അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞ സയൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ആണെന്തൊക്കെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. സയൻസ് കറക്റ്റാന്ന് അവര് അപ്രൂവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയല്ലേ ഞങ്ങളുടെ മാസികയിലും ഞങ്ങൾ പറഞ്ഞു, ഇത് തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടി അവര് പറഞ്ഞു, എന്തിനു വേണ്ടി നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിൻ്റെ സയൻസ് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് പോയിന്റാണ് പറയുന്നത്, ഇവരെന്ത് പോയിന്റാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കാരണം യുക്തിയുഗം മാസികയിൽ ഈ പറഞ്ഞതുപോലെ പുരുഷന്റെ പരിണാമ ദൗത്യം എന്ന് പറയുന്നത് പരമാവധി സ്ത്രീകളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം വിജയകരമായി എത്തിക്കുക. അത് അങ്ങനെ ആ നിലക്ക് ഓരോ സ്ത്രീയും തൻ്റെ മുമ്പിലുള്ള ഓരോ സ്ത്രീയും ഒരു പുതിയ സാധ്യതയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ യുക്തിയുഗം മാസിക, ആ മാസിക പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആ മാസികയുടെ എഡിഷൻ യുക്തിവാദികളുടെ ധാർമ്മികത വിശദീകരിക്കുന്ന ഒരു എഡിഷനാണ്, സ്പെഷ്യൽ എഡിഷനാണ്. ജബ്ബാർ ഒക്കെ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ധാർമ്മികതയുടെ ഒരു സ്പെഷ്യൽ ലക്കമായിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ള യുക്തിയുഗം മാസികയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുന്ന ഒരു മാസിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലക്കത്തെ പരിചയപ്പെടുത്തുന്നത്. ആ ലക്കത്തിൽ നമ്മൾ മുമ്പും അതിൻ്റെ വീഡിയോ കൃത്യമായി ഓരോ ഭാഗവും കാണിച്ചുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, അതായത് എങ്ങനെയാണ് ഒരു മൊറാലിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നത് ഈ ഡാർവീനിയൻ അൽഗോരിതം അല്ലെങ്കിൽ ഒരു പരിണാമപരമായ അൽഗോരിതമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട് യുക്തിവാദികൾ പറയുന്നുണ്ട്. അതായത് പരിണാമപരമായി അല്ലെങ്കിൽ ബയോളജിക്കലി എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം, ധാർമ്മികതയുടെ ശരിതെറ്റുകളുടെ അടിസ്ഥാനം എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കുക. ആ മാസികയുടെ തന്നെ തുടർ പേജുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പരിണാമ ദൗത്യം ഇതാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദികൾ ഇത് കേൾക്കുന്ന ആൾ ഇവർക്കിത് മനസ്സിലായിട്ടില്ല, പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഞങ്ങളും നിങ്ങളും പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ശരിയാണ്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്ത്രീകളിലേക്ക് ലൈംഗിക ആ ഒരു ജനിതക പദാർത്ഥം എത്തിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷേ അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നാണ് യുക്തിവാദികൾ പറയുന്നത്. മതവിശ്വാസികൾ പറയുന്നത് അങ്ങനെയുള്ള പല തോട്ട്സും ഉണ്ടാവും, അതിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ധാർമ്മികത. അതിന് ധാർമ്മികതക്ക് ഞങ്ങൾക്ക് എന്തുണ്ട്, കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതാണ് വ്യത്യാസം. അതായത് നിങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ ഡാർവീനിയൻ അൽഗോരിതമാണ്, പരിണാമപരമായ അൽഗോരിതമാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം നിങ്ങൾ പരിണാമത്തിൻ്റെ ദൗത്യം പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ധാർമ്മികത അതാണ് എന്നുള്ളതാണ് വരിക. ഈവൻ ആ ലേഖനത്തിൽ അതിനുശേഷം അങ്ങനെയൊന്നും നമ്മൾ ജീവിക്കേണ്ടതിൽ കൾച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചാലും ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്, ധാർമ്മികതയുടെ അടിസ്ഥാനം അതാണ് എന്നുള്ളത്. അപ്പം ധാർമ്മികതയുടെ അടിസ്ഥാനം അതാണെന്ന് പറഞ്ഞ് ധാർമ്മികത വിശദീകരിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള മാസികയിൽ അത് വിശദീകരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ നമ്മൾ വിമർശിക്കുന്നത്. ഓരോ സ്ത്രീയെയും ഒരു സാധ്യതയായിട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു ധാർമ്മികത ശരിയല്ല എന്ന് നമ്മൾ പറയാൻ കാരണം അതാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരിക്കലും അവിടെയാണ് അവര് മാക്സിമം സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതേ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് സ്ത്രീ ഒരിക്കലും ഉപയോഗിക്കപ്പെടരുത് എന്നാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. അതെ, ആ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. മറുഭാഗത്ത് അതേ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ ശ്രമിക്കുന്നത് അതെങ്ങനെ ഒരു അധാർമികമായ ജീവിതത്തിലേക്കുള്ള വഴിയാക്കാം എന്ന് ട്രൈ ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ സയൻസൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ടൈറ്റിൽ കൊടുത്തന്നെ ഞരമ്പ് രോഗം എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും സയൻസിനെ തന്നെ ഞരമ്പ് രോഗം എന്ന് പറയുകയാണ്. ഒരു വിഷയം വിശദീകരിക്കുമ്പോൾ ഞരമ്പ് രോഗം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ കാര്യം ഇവർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ഇത് പറഞ്ഞ സയൻസ് ശരിയാണ്, പറഞ്ഞ സയൻസ് ശരിയാണ്, അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പറഞ്ഞ സയൻസ് ശരിയാണെങ്കിൽ ആ സയൻസിനെയാണ് പലപ്പോഴും ഇവരെന്ത് ചെയ്യുന്നത് ഞരമ്പ് രോഗം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്ക് അല്ലെങ്കിൽ കാണുമ്പോഴേക്ക് അങ്ങനെ കൺട്രോൾ പോവോ എന്നുള്ള ഒരു സംശയമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ഭാഗം ഒന്ന് കേൾക്കാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം എന്താണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് തൊടുമ്പത്തേക്കും വികാരം ഉണർന്ന് അങ്ങോട്ട് ടെസ്റ്റോസ്റ്ററോൺ അങ്ങോട്ട് ഒഴുകി പിന്നെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മെയിൽ സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്നത്. എവിടേക്കാണ് ഇയാള് അത് എത്തിക്കുന്നത്? ദാറ്റ് എസ്കലേറ്റഡ് ക്വിക്ലി അല്ലെ? പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡൗട്ട്, ഇത് സ്ത്രീകളെ തൊടുമ്പോഴാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് തൊടുമ്പോഴേക്ക് വികാരം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇവര് പിന്നെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഇവരാണ് ഇതിനെ ജനറലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ പിന്നെ പുരുഷന്മാരിൽ ഇത്തരം ചിന്തകളുള്ളവരുണ്ടാകാം, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് പെണ്ണിന് സംരക്ഷണം ഉണ്ടാവണം എന്ന രൂപത്തിലാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത്.
അതല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും പിന്നെ പുരുഷന് ഒരു സ്ത്രീ വന്ന് തൊടുമ്പോഴത്തേക്ക് ടെസ്റ്റോസ്റ്ററോൺ ഒഴുകുന്നു, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്, അത് അങ്ങനെയല്ലല്ലോ നമ്മൾ ആ ഇതിനെ വിശദീകരിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ പുരുഷന്മാരിൽ ഈ രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാകാം, അത് നമുക്ക് തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവരൊരു സ്ത്രീയാണ്, ഇവർക്ക് ഒരിക്കലും അതെന്ത് ചെയ്യാൻ കഴിയില്ല, ആ രൂപത്തിൽ അറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾ പലപ്പോഴും പറയും നമുക്ക് പിന്നെ പുരുഷൻ്റെ ഒരു നേച്ചർ മാറിയാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത്. അത് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പക്ഷേ ഇവരെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ അറിയുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അവരുടെ ഉള്ളിലുള്ള ഈ നേച്ചർ മാറിയാൽ സ്ത്രീകൾക്ക് തീരെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് ചതികളിൽ പോയി പെടുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട്, പിന്നെ എന്താണ് US-ലും യൂണിവേഴ്സിറ്റിയിലും അവിടെയൊക്കെ റേപ്പുകൾ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെയൊക്കെ റീസൺ ലഹരി ഉപയോഗിച്ചിട്ടും പിന്നെ ആൽക്കഹോൾ കഴിച്ചിട്ടും ഡ്രിങ്ക്സ് അടിച്ചിട്ടൊക്കെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഈ ഡ്രിങ്ക്സും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർക്കിളിലേക്ക് ആണും പെണ്ണും ഒരുമിച്ച് വരുന്നത്? എന്നാൽ ഇവരൊക്കെ അറിയുന്നവരാണ്. ആ അറിയുന്നവരിൽ നിന്നാണ് പെണ്ണ് കൂടുതൽ ചതിക്കപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് പെണ്ണിന് തീരെ മനസ്സിലാവില്ല. കാരണം ഷീസ് ഓൾവേസ് അണ്ടർ പെർസെപ്ഷൻ ബയസ്. അപ്പോൾ ഇവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാവില്ല. അതേസമയം ഇപ്പുറത്തിരിക്കുന്ന ആള് അതൊന്നും മിണ്ടൂല, അയാളത് മിണ്ടൂല. കാരണം ഇവർ പറയുന്നത് ഇവർ ആസ് എ വിമൺ അവരെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ കറക്റ്റാണ്, ഇതിനോടുള്ള പ്രതികരണമൊക്കെ കറക്റ്റാണ്. കാരണം അവർക്ക് അതൊരിക്കലും ഫീൽ ചെയ്യൂല. പക്ഷേ പുരുഷന് അങ്ങനെയല്ല, അവരിൽ പല രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. അതിൽ നിന്ന് പെണ്ണിന് എന്ത് ചെയ്യണം, ഒരു സംരക്ഷണം കിട്ടണം എന്നുള്ളതാണ്. ഇതിൽ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ഒരു നിലവാരമില്ലാത്ത സംസാരങ്ങളാണ് വരിക. എന്നാലും നോക്കി വെക്കാം. അല്ല, ഇത് ഒരു ഡൗട്ട്. ഇത് സ്ത്രീകളെ തൊടുമ്പോഴാണെന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ സ്വന്തം പെങ്ങളെ തൊടുമ്പോ ഉണ്ടാവോ, ഉമ്മാനെ തൊടുമ്പോ? അവര് സ്ത്രീകളല്ലേ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിന് പുസ്തകം വായിച്ചു നോക്കണം. പിന്നെ ബാസിൽ കേട്ടോ, കേരളത്തിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുള്ള ഉമ്മാനെ പെങ്ങളെ തൊടാം എന്ന് പറഞ്ഞത് ആരായിരിക്കും? കേരളത്തിൽ ഏത് വേദിയിലാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്? അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിന് പിന്നെ ഈ പുസ്തകത്തേക്ക് കയറി വരേണ്ട ആവശ്യമില്ല. ഇവരല്ലാതെ ആരും കേരളത്തിൽ ഉമ്മാനെ പെങ്ങളെ തൊടാം എന്നുള്ളതിന് ഒരു അനുവാദം, അതിനൊരു ധാർമ്മികമായ അനുവാദം കൊടുക്കുന്നത് വേറെ ആരും ഉണ്ടായിട്ടില്ല. അത് പച്ച മലയാളത്തിലാണ് പറയുന്നത്. നമ്മൾ വേറെ യൂറോപ്പിലുള്ള കാര്യമല്ല പറയുന്നത്. പച്ച മലയാളത്തിൽ കേരളത്തിൽ കോഴിക്കോട് വെച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത്, സ്വന്തം അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും, അതായത് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആകാം എന്ന് പറഞ്ഞത് ഈ ആളുകൾ മാത്രമാണ്. എന്ന് മാത്രമല്ല, തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, അയാള് ഫേസ്ബുക്കിൽ, നമുക്ക് വേറെ എവിടെയും പരിചയം ഉണ്ടാവില്ല, സ്വന്തം മാതാവിനെ കുറിച്ച്, പെറ്റ അമ്മയെ കുറിച്ച്, അവരുടെ ഒരു ശരീരഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ നമുക്ക്, നമ്മളത് പറയുമ്പോൾ പോലും നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉള്ള മക്കൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഓൺലി ഇൻ ദി സർക്കിൾ ഇവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഒരു സ്റ്റേജ് കെട്ടി സംസ്ഥാന സമ്മേളനം നടത്തി ഈ നിലക്കുള്ള ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ്, അതൊരു പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആകാമെന്ന് വിളിച്ചു പറയാൻ, സ്വന്തം അമ്മയുടെ പിന്നെ ആ നിലക്ക് സാരി ഉടുത്താൽ എന്ന ഭാഗം കാണും എന്ന നിലക്ക് ഒരു മകന് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, കാരണം അയാൾ യുക്തിവാദിയാണല്ലോ, അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ അല്ല, ഇയാളെ ചോദിച്ച ചോദ്യം ഉമ്മയെ കണ്ടാ തോന്നുമെന്നാണ്, അല്ലെങ്കിൽ ഉമ്മനെ കണ്ട ആ രൂപത്തിൽ ചിന്തിക്കുമെന്നാണ് ഇയാൾ ചോദിച്ചത്. നോർമൽ ഒരു മനുഷ്യനത് തോന്നൂല. കാരണം തോന്നൂല എന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ സെക്ഷൽ ആയിട്ടുള്ള പിന്നെ അട്രാക്ഷൻ മാത്രമല്ല, അതിലൊരു അവേർഷൻ കൂടി വരുന്നുണ്ട്. ആ അവേർഷൻ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുടുംബ സംവിധാനത്തിനകത്ത് വളർന്നു വരുന്നവരാണ് ഈ ഉമ്മ, ഉപ്പ, മക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവരെ സ്വാധീനിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ചൈൽഡ്ഹുഡ് കോറസിഡൻസ് എന്ന് പറയും. അപ്പോൾ ഈ കുട്ടികൾ ഒരുമിച്ച് അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ച് വളരുന്ന സമയത്ത് അവരിൽ സെക്ഷൽ അവേർഷൻ ഉണ്ടാവും, സെക്ഷൽ അട്രാക്ഷൻ അല്ല ഉണ്ടാവുക. അപ്പോൾ സെക്ഷലി അവർക്ക് എന്തുണ്ടാവും, ഒരു എന്താ പറയുക, ഒരു അകൽച്ചയാണ് ഉണ്ടാവുക സെക്ഷൽ ആയിട്ടുള്ള. രണ്ടാമത്തത് ഈ ഒരു മെറ്റേണൽ പെരിനേറ്റൽ അസോസിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഉമ്മ
പിന്നെ മാതാവ് ഗർഭം ധരിച്ച് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ച് അത് പ്രസവിച്ച് ആ കുട്ടിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഇനീഷ്യൽ ഘട്ടങ്ങൾ, ഇത് അവിടെ നേരത്തെ ഉള്ള കുട്ടി അതിങ്ങനെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ എക്സ്പീരിയൻസ് ആ കുട്ടിയിൽ ഈ അവൻ്റെ സിബ്ലിംഗ് ആയിട്ട് വന്ന ആ കുട്ടിയുടെ സെക്ഷൽ അവേർഷനാണ് ഉണ്ടാക്കുക എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ച സംഗതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കുടുംബത്തിൽ പിറന്നവന് ഉമ്മയോടും പെങ്ങളോടും തോന്നൂല. യുക്തിവാദികൾ പിന്നെ കുടുംബത്തിൽ പിറന്ന അല്ലാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ വക കാര്യങ്ങളെല്ലാം തോന്നുന്നതും പറയുന്നതും ഒക്കെ. മാത്രമല്ല കുടുംബ സംവിധാനം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് ഈ ചിന്തകൾ തോന്നാം. അവർക്ക് തോന്നുന്നു എന്നുള്ളത് ജനറലായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായിട്ട് അവർ ധരിക്കും ചെയ്യരുത്. അപ്പം അതിൽ പലപ്പോഴും ഈ ഒരു കാര്യത്തെ, അതായത് അങ്ങനെയുള്ള ഒരു അവേർഷൻ ഉണ്ടാകും എന്നുള്ളത് ഇവരുടെ വാദമായിട്ട് പറയാറുണ്ട്. പിന്നെ അങ്ങനെ തോന്നും, ഓക്കെ, അതാണ് നോർമലി സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമ്മാനെ കുറിച്ച് ആ രൂപത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം വിളിച്ചിട്ട് ഇൻസെസ്റ്റ് പ്രശ്നമില്ല എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട്, അങ്ങനെയുള്ളവരും ഉണ്ടാകും. നോർമലി ഉള്ളവർ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കാന്ന് ജനറലൈസ് ചെയ്യരുത്. അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി സിസ്റ്റം ഈ പറഞ്ഞ രൂപത്തിലൊക്കെ വളരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള അവേർഷൻസ് ഉണ്ടാവുക. ഓൾറെഡി ഫാമിലി സിസ്റ്റം തകർക്കാൻ നടക്കുന്നവരാണ് യുക്തിവാദികൾ. അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പലപ്പോഴും ഒരു സോളിഡ് ആയൊരു ഫാമിലി നമുക്ക് കാണാൻ പറ്റൂല. അല്ലെങ്കിൽ അത് വളരെ തകർന്ന് കിടക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവിടുന്ന് വളരുന്ന പല സാഹചര്യത്തിൽ വളരുന്നവർക്ക് ചിലപ്പോൾ ആവേശം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ആ ആവേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തടയാനുള്ള ഒരു ധാർമ്മികമായ ഒരു മാനദണ്ഡം അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇവർക്കത് ഇല്ലയെന്ന് മാത്രമല്ല, ഇവരത് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അതാണിത് തമ്മിലുള്ള വ്യത്യാസം. ഇയാളതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങോട്ട് സ്വന്തം ആശയം ഒന്ന് ശരിയാക്കാൻ നോക്കുകയാണ്. ലാസ്റ്റ് ഇയാൾ ഒരു പുസ്തകം കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിലെന്താ എഴുതിയതെന്ന് നോക്കണം. അല്ല, അത് എനിക്കിപ്പോ പിടികിട്ടി. ചോദ്യം ചോദിച്ചപ്പോ തന്നെ ഉത്തരം വന്നു. അതായത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് യുക്തിവാദികൾ അമ്മ പെങ്ങൾ ഭോഗക്കാരാണ് എന്നുള്ളത്. അതായത് ഇവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതായത് പെങ്ങളെ തൊടുമ്പോ അവർക്ക് തോന്നാറുണ്ട്. ഈ മൈക്രോ ബൗണ്ടറി ക്രോസ് ചെയ്ത് അവർ ഉമ്മാനെ മുഖത്തൊക്കെ ഒന്ന് തൊടുക, അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് ഉമ്മ വെക്കുക, അല്ലെങ്കിൽ ഉമ്മാടെ കൈമ പിടിക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. ഉമ്മാനെയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. വലിയ പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ല, ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കുടുംബത്തിൽ പണ്ടുന്നതുകൊണ്ട് തന്നെ ആ അവേർഷൻസ് ഉണ്ടാവും. അതില്ലാത്തവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും സമ്മേളനം വിളിച്ച് പറയുന്നതൊക്കെ ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പ്രഖ്യാപിച്ച നയമാണ്, അല്ലാതെ ഞങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. പ്രഖ്യാപിച്ചൊരു നയമാണെന്ത് ഈ രൂപത്തിൽ ഇൻസെസ്റ്റ് പ്രശ്നമല്ല. കാരണം അത് നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനമാണ്. പരസ്പര സമ്മതമുണ്ടെങ്കിൽ, രണ്ട് അഡൽറ്റുകൾക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്തു, വേറെ മാനദണ്ഡങ്ങൾ വെക്കരുത് എന്നുള്ള ഒരു ബ്ലഡ് റിലേഷൻ. അതെ, അല്ല, പൊതുവേ ഉള്ള അവരുടെ മാനദണ്ഡം അതാണ്. അവിടെ ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റൂല, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള മാനദണ്ഡത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു കാര്യം വെളുപ്പിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം പിന്നെ നമ്മൾ ഈ സയൻസൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ പിന്നെ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് സയൻസ്. അതായത് ആണിനെ കാണുമ്പോൾ പെണ്ണിനെ പിന്നെ അട്രാക്ഷൻ്റെ പല കാരണങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ അനുഭവത്തിൽ നോക്ക് ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ്. അതായത് സയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ആ ഒരു ഭാഗം ഒന്ന്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണോ കാണുന്നത്? നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളില്ലേ? ചോദിച്ചു നോക്കൂ. ഇയാൾ പറയുന്നത് നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എല്ലാവരോടും നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ തോന്നുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലേ ആരിഫ്? ഇത് ആ സ്ത്രീ ഇത് തന്നെ പറയുന്നു എന്നുള്ളത് ആ പറഞ്ഞത് സത്യം എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ അതിൽ പറഞ്ഞത് എന്താ, പെണ്ണിനെപ്പോഴും അണ്ടർ പെർസെപ്ഷൻ ബയസ്ഡ് ആയിരിക്കും. കാരണം പുരുഷനോട് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ലേ, നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരൊരു സ്ത്രീയാണ് എന്നുള്ളതിൻ്റെ തെളിവും അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളതും ആ പറയുന്നത് ആ പറഞ്ഞതിനോട് സത്യമാണ്. യെസ്. അപ്പം ഇവര് പറയുന്ന അവരുടെ അനുഭവത്തിൽ നോക്കുമ്പോൾ അത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ആ സയൻസും കറക്റ്റാണ്. കാരണം പെണ്ണിന് അങ്ങനെ തോന്നുന്നതാണ് സയൻസ്. അത് ഇവിടെ ഹെൻസ് പ്രൂവ്ഡ് അല്ലേ. അത് എന്നാൽ ആണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അതായത്
പിന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ലൈംഗികമായ തോന്നലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്നാണ്. പക്ഷേ ഇങ്ങനെ നേരെ തിരിച്ച് ഇങ്ങനെ ഏതെങ്കിലും പുരുഷന്മാർ പറയുന്നത് കേട്ടുക്കണോ? പിന്നെ ആൺകുട്ടികൾ നമുക്ക് കുറെ പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഇല്ലേ, അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളൊന്നും അങ്ങനെ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബോയ്സിനെ പുരുഷന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിലരുണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറുക്കൻ അല്ലെങ്കിൽ ഒരു നുണ പറയല്, അതല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ പിന്നെ അസെക്ഷൽ ആണ്. അവിടെ ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം ഡോക്ടറെ കാണിച്ചാൽ അതെ മാറാൻ. അതെ. അപ്പോൾ അതാണ് ഇത്. പുരുഷൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, പെണ്ണ് ഇവർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ്, അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞ സയൻസ് വളരെ ക്ലിയർ ആണ്. കാരണം പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഒരു അണ്ടർ പെർസെപ്ഷൻ ബയാസ് ആയിരിക്കും. അവർ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അവർക്ക് തോന്നും, അല്ലെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് അവർ ജീവിക്കുക. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് എന്ത് ചെയ്യും, അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവും. പിന്നെ നോട്ടത്തിലും അതുപോലെ തന്നെ സ്പർശനത്തിലൊക്കെ അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാകും എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അല്ലേ, നമ്മൾ സയന്റിഫിക് അമേരിക്കൻ മെൻ ആൻഡ് വുമൻ കാൺ ബി ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിൾസ് അടക്കം നമുക്ക് അത് പൊതുവേ നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരെ ശരിക്ക് ചെയ്യുന്ന എന്താ വെച്ചാൽ, ഇവരൊരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്, എന്നാലും ഒരു സയൻസ് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിലില്ലേ എന്ന് ചോദിക്കാതെ. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രവീന്ദ്രൻ്റെ ഒരു ക്ലാസ്സൊക്കെ കേട്ടാൽ ചിലപ്പോൾ അത് ഒരു ക്യൂർ ആവാൻ സാധ്യതയുണ്ട്. സയൻസ് നമ്മളൊരിക്കലും അനക്ഡോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് മനസ്സിലാക്കുന്നത്. ഇവിടെ തന്നെ അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരു സ്ത്രീക്ക് ഒരിക്കലും അങ്ങനെ തോന്നൂല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ, അതുകൊണ്ട് ആ പറഞ്ഞ സയൻസ് തെറ്റാണ് എന്നല്ല പറയേണ്ടത്. അതുകൊണ്ട് ആ സയൻസ് ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് അവര് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഇനി ആരുടെ പോകരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ സയൻസ് ചെറിയൊരു തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിന് ശേഷം പിന്നെ നമ്മൾ കടക്കുന്നത് പുരുഷന്മാർക്ക് ഒരു മോണോഗമി അതുപോലെ തന്നെ പോളിഗമി, കൂടുതൽ സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നുക, അതുപോലെ തന്നെ 35% ഓഫ് മെൻ ആർ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള പുരുഷന്മാരുടെ ചിന്തകളെക്കുറിച്ച് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളാണ്. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പിന്നെ അടിസ്ഥാനം, ധാർമ്മിക അടിസ്ഥാനം ഇവർ പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ യുക്തിപരമായി ചിന്തിക്കുന്നു, ശാസ്ത്രീയ മനോഗതിയോടുകൂടി ശാസ്ത്രീയമായ ഇൻപുട്ടുകൾക്കനുസരിച്ച് ധാർമ്മികത രൂപപ്പെടുത്തുന്നൊക്കെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശാസ്ത്രം എങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ നേച്ചറിനെ വിശദീകരിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ശരിതെറ്റുകൾ വേർതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും എന്താ വേണ്ടത്? ശാസ്ത്രം എന്താണ് പറയുന്നത്? ഒരു പോളിഗമസ് ആണ്, പരമാവധി ഇണകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ശാസ്ത്രീയമായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ മൊറാലിറ്റി ആക്കണമായിരുന്നു. പക്ഷേ ഇവരതിനെ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശരി, സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് മോണോഗമിയെ പറ്റി. മോണോഗമി ഇൻടോളറബിൾ ആണ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ യുക്തിയുഗ മാസികയിൽ കണ്ടതുപോലെ എവല്യൂഷൻ പ്രകാരം അത്തരത്തിലുള്ള ടെൻഡൻസീസ് മെന്നിന് ഉണ്ടാവാം. അത് നമ്മൾ ഡിബേറ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇപ്പോഴത്തെ കൾച്ചറിൽ അല്ലെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ മെൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ശരിക്കും പറയണം, മോണോഗമി ഇൻടോളറന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ബയോളജിക്കലി അല്ലേ? നമ്മൾ പറഞ്ഞത് ബയോളജിക്കലി ഒരു പുരുഷന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിലേക്കുള്ള ടെൻഡൻസി ഉണ്ടാവും, അപ്പോൾ ഏത് മോണോഗമസ് റിലേഷൻസിലാണെങ്കിലും. അപ്പോൾ അത് ഒരു മോണോഗമസ് ഫാമിലിയിൽ നിൽക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ പിന്നെ വൈൽഡായിട്ടുള്ള സെക്ഷൽ ഫാൻറ്റസീസിനെല്ലാം ഇതൊരു ഇൻടോളറബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് യുക്തിവാദികൾ ഒരു മോണോഗമസ് കുടുംബ സംവിധാനത്തേക്ക് അംഗീകരിച്ച് തുടങ്ങിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. ഇവരതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ പുരുഷൻ ആ ടെൻഡൻസി ഉണ്ട് എന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ സ്ത്രീകളുടെ അടുത്തേക്ക് വരുമ്പോൾ സ്ത്രീകൾ അതിൽ ചില സൂക്ഷ്മതകൾ പാലിക്കുന്നു എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ അംഗീകരിക്കുന്നുണ്ട് ബയോളജിക്കലി അങ്ങനെ ഉണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് അത് ഇപ്പോഴത്തെ കൾച്ചറിൽ പുരുഷന്മാർ മോണോഗമസ് ആകുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഇതാരാ വിശദീകരിക്കുന്നത്? നമ്മുടെ കൾച്ചറിനെയും ഈ സൊസൈറ്റിയുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ മതകീയമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള മൊറാലിറ്റിയാണ്. അതിനൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കണം, യുക്തിപരമായി ആലോചിച്ച് നമ്മൾ നമ്മുടെ മൊറാലിറ്റിയെ റിഫൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നേരെ റിവേഴ്സിലേക്ക് പോവാ. ഇപ്പൊ നമ്മൾ ശാസ്ത്രത്തിനെ മാറ്റിയിട്ട് സംസ്കാരത്തെ എടുക്കുകയാണ്. അപ്പൊ സാംസ്കാരിക എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ സദാചാര എത്തീസ്റ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇവരുടെ ഈ ഒരു ഹിപ്പോക്രസി വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്ത് പറയാൻ പറ്റില്ല, ഇവരുടെ യഥാർത്ഥ ആശയം പറയാൻ പറ്റില്ല. ഈ ഒരു പിന്നെ പരമാവധി ഓരോ സ്ത്രീയും ഓരോ സാധ്യതയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു മൊറാലിറ്റി അതേപോലെ പറയാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ കൾച്ചറലി
പുരുഷന്മാരെന്താണ് മോണോഗമസ് ആണ്. അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിശദീകരിക്കുകയാണ്. അതിൽ സയൻസ് അങ്ങനെയാണെങ്കിലും കൾച്ചർ ഇങ്ങനെയാണ്. ആയിക്കോട്ടെ, കൾച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് മതകീയമായി രൂപപ്പെട്ടു വന്നതാണ്. നിങ്ങൾ അതിനെ എതിര് നിൽക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾ പൊതുവേ പറയുന്നത് എന്താ, ഈ കൾച്ചറും സൊസൈറ്റിയും അതുപോലെ തന്നെ സാമൂഹികമായ സദാചാരവും മതകീയമായ ധാർമ്മിക ബോധങ്ങളും അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കണം, യുക്തിപരമായി ചിന്തിക്കണം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മൊറാലിറ്റി രൂപപ്പെടുത്തണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പറയാണ് ഞങ്ങൾക്ക് കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കൾച്ചറിൽ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് വിശദീകരിക്കാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ചില സ്റ്റഡീസ് ആണ്. മോണോഗമി ഇൻടോളറബിൾ ആണെന്നുള്ളത് ശരിക്കും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫങ്ഷണൽ റീസൺസിന് വേണ്ടിയിട്ട് ആണുങ്ങൾ മോണോഗമി പ്രിഫർ ചെയ്യുന്നു. കാരണം പോളിഗമി സ്ട്രെസ്ഫുൾ ആകുന്നതും അത് കൾച്ചറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ജസ്റ്റ് നമ്മൾ എവല്യൂഷന് വേണ്ടി അങ്ങനെയല്ലത്. കാരണം പോളിഗമി വരുമ്പോൾ കൂടുതൽ മേൽ കോമ്പറ്റീഷൻ വരും, ഇനിക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ബേസിക്കലി ആണുങ്ങൾ കുറച്ച് കൂടുതൽ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഫോർ ഫങ്ഷണൽ റീസൺസ് അവർ ബയോളജി അങ്ങനെയാണെങ്കിൽ പോലും മോണോഗമി പ്രിഫർ ചെയ്യുന്നുണ്ട്. ബയോളജി അങ്ങനെയാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബയോളജി അങ്ങനെയാണെങ്കിൽ പോലും അവിടെയാണ് ഞങ്ങളും പറയുന്നത്. സയൻസ് അതാണ്. അതെ, ഫങ്ഷനലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. യെസ്. പിന്നെ മോണോഗമി കൊടുക്കുന്ന ആ ഒരു എന്താണ് പറയാ ലോങ് ടേം ബോണ്ടിങ്, പിന്നെ ഒരു പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ്, കുട്ടികളെ നോക്കുക എന്നതൊക്കെ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്ത് മൈത്രേയൻ പോലും പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മോണോഗമി തന്നെയാണ് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം അത് ശരിക്കും ഇൻടോളറബിൾ എന്നൊന്നും ശരിക്കും നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ് പിന്നെ ഇത് വേറൊരു സ്റ്റഡിയാണ്. അപ്പൊ അതിൽ സർവേ പോലെ നടത്തിയപ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഹാപ്പി ഇൻ മോണോഗമസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഹാപ്പി ഇൻ മോണോഗമസ് ഫാമിലി റിലേഷൻഷിപ്പ്. അത് പിന്നെ കുടുംബത്തിൽ സ്ത്രീകളാരും സംതൃപ്തരല്ല എന്ന് ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരാണ്, അവരാണ് പറയുന്നത്. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണം, ഒന്ന് മോണോഗമിയെ ഒന്ന് വിശദീകരിച്ച് എത്തിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് സത്യങ്ങൾ പറഞ്ഞു പോവാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൈത്രേൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, അത്രത്തോളം സ്ഥലങ്ങളിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഈവൻ രവി പോലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സയൻസായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ പതുക്കെടുപ്പ് പോകുക എന്ന് പറയുമ്പോൾ വെറൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. പല ആൾക്കാരിൽ നമ്മുടെ ജീനുകൾ കൈമാറുക അല്ലോ. നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ ഏകപത്നി വ്രതം എന്ന് പറയുന്ന സാധനം നേച്ചർ അംഗീകരിക്കില്ല. കാര്യം വിവിധ ആൾക്കാരിൽ നമ്മുടെ ജീനുകൾ കൈമാറുമ്പോഴാണ് അത് അതിജീവിക്കാൻ സാധ്യത കൂടുതൽ. ഒരു കുട്ടയിൽ കൊണ്ടുവന്ന് തന്നെ നമ്മൾ എല്ലാ മുട്ടയും ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട ചീഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ മുട്ടയും ചീഞ്ഞു പോകും. അപ്പോൾ ഒരു സ്ത്രീയായിട്ടോ ഒരു പുരുഷനുമായിട്ടോ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ പുരുഷനോ ആ സ്ത്രീക്കോ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന ഒരു വലിയ നമ്മുടെ നാഗരീതിയിൽ കൊടുക്കേണ്ടി വന്ന വലിയൊരു നഷ്ടമാണ്. ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷനുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ സ്ത്രീക്കോ പുരുഷനോ ഉൽപാദനശേഷി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറ ഉണ്ടാകാതിരിക്കുക. അപ്പം അത്രയും വലിയൊരു നഷ്ടമാണെന്നാണ് ശരിക്കും അദ്ദേഹം പറയുന്നത്. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് എന്താണ്, അതൊരു നഷ്ടക്കച്ചവടമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ധാർമ്മികതയെ നിർണ്ണയിക്കണം. അത് നിങ്ങൾ പൊതുവേ പറയാറുള്ളതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുക, അതിൽ നിന്നുള്ള ഇൻപുട്സിനനുസരിച്ച് യുക്തിപരമായി ചിന്തിച്ചിട്ടാണ് നമ്മൾ ധാർമ്മികത നിശ്ചയിക്കുന്നതെന്നുള്ള. അതിന് കൃത്യമായൊരു മാനദണ്ഡം നിങ്ങൾ പറയാറില്ല. അപ്പം പൊതുവേ നിങ്ങൾ ഈ ഡാർവിനിയൻ അൽഗോരിതം, പരിണാമപരമായ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ധാർമ്മികതയാവേണ്ടത്. ഇനി അതല്ല, ഈ പോളിഗമസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ്, പ്രീ മറൈറ്റൽ അഫയേഴ്സ് ഇതൊക്കെ തെറ്റാണെന്നാണോ എങ്കിൽ അതിനുള്ള കൃത്യമായൊരു മാനദണ്ഡം പറയാം. അല്ലാതെ ഇതിങ്ങനെ പൊതുസമൂഹത്തിൽ ഇപ്പം ഇത് കേട്ടാൽ കുറച്ച് മോശമാണല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, പിന്നെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആശയപരമായൊരു പാപ്പരത്വമാണ് തുറന്ന് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിലിപ്പോൾ പിന്നെ യുക്തിവാദികൾ ഇത്രയും കാലം എതിർത്ത് വന്ന പലതും നമ്മൾ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ അപ്പോൾ അവർ അതിൻ്റെ ഭാഗത്ത് നിന്ന് പലതിനെയും അംഗീകരിക്കുന്ന പോലെ, കുടുംബത്തെ അംഗീകരിക്കുന്ന പോലെ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ചൂഷകരായ പുരുഷന്മാരെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നെല്ലാം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംസാരത്തിൽ തന്നെ ഇവർ അംഗീകരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൽ ഇവർ മുഴുവൻ വിശദീകരിച്ച് വെച്ചിട്ടുള്ളത്. അതായത് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ ഉള്ളതാണ് ഇവരുടെ ഇതിൻ്റെ കമൻസ് മുഴുവൻ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതെ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മനുഷ്യൻ്റെ
ശാസ്ത്രീയമായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ പുരുഷൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, സ്ത്രീയുടെ ചിന്തകൾ എങ്ങനെയാണ്, പ്രിഫറൻസുകൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ വഴിയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഇത് പിന്നെ റേപ്പിനെ നോർമലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിന്നെന്താ പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുകയാണ്. അങ്ങനെയല്ല, പുരുഷൻ്റെ ചിന്തകൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആ ചിന്തകളെ തടയിടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ സംസാരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പുരുഷൻ്റെ ദൃഷ്ടി താഴ്ത്തണം, അതേപോലെ തന്നെ അനാവശ്യമായി നോക്കരുത്, മിക്സ് ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞത് അതിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഒരിക്കലും അത് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പം വളരെ കൃത്യമായി എന്താണ് മനുഷ്യൻ്റെ പ്രകൃതം എന്ന് സയൻസ് പഠിച്ചാൽ നമുക്ക് വളരെ ക്ലിയറാണ്. മനുഷ്യൻ്റെ പ്രകൃതം, ആണിൻ്റെ പ്രകൃതം എന്താണ്, പെണ്ണിൻ്റെ പ്രകൃതം എന്താണ് എന്നുള്ളത് ആ സംസാരം കേൾക്കാത്ത ആളുകൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതും അത് പഠിക്കുന്നത് കറക്റ്റാണ് എല്ലാവരും, കാരണം സയൻസ് ആണല്ലോ. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നത് ചൂഷണം ഇല്ലാതാക്കാനാണ്, ഇവരത് ഉപയോഗിക്കുന്നത് പരമാവധി ആസ്വാദനം കണ്ടെത്താനാണ്. ആ ഒരു മാറ്റം അവിടെ, ആ ഒരു സംസാരം നമുക്ക് എല്ലാവരും വേണമെങ്കിൽ കമന്റിൽ പിൻ ചെയ്തിടാം. ആ ഒരു സംസാരം എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്താണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പൊട്ടൻ ആണെ കണ്ടതുപോലെ സയൻസ് കണ്ടിട്ട് ഇവരെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നുള്ളത് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇവർക്ക് ഒരു കൃത്യമായൊരു മാനദണ്ഡമില്ലാതെ, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് വേർതിരിക്കാൻ മാനദണ്ഡമില്ലാതെ, കുടുംബ സംവിധാനം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരമില്ലാതെ, മുന്നിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് വിടുക, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് വിടുക എന്നുള്ളതിന് അപ്പുറം ഒന്നും ഇവർക്ക് പറയാൻ പോലും ഇല്ല എന്നുള്ളത് പിന്നെ സ്ഥാപിക്കുന്ന ചില പ്രതികരണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏതായാലും ഇവർ പൊതുവെ നമ്മൾ സയൻസ് പറഞ്ഞപ്പോൾ ഇവർ ഞരമ്പ് രോഗമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് സയൻസുമായി യാതൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. സയൻസ് ഉണ്ടാകുന്ന കാലത്ത് ഇവർക്ക് സയൻസുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ത്യാഗം സഹിച്ച് സയൻസ് കെട്ടിപ്പിടിക്കുന്ന കാലത്ത് അത് മതവിശ്വാസികളായിരുന്നു സയൻസിനെ പിന്നെ കെട്ടിപ്പടുത്തുന്നത്. ഇപ്പം ഈ സയൻസ് ഒക്കെ പറഞ്ഞിട്ടും പെണ്ണിലേക്ക് അനാവശ്യമായി പോകരുത് എന്ന് പറയുന്ന നമ്മളാണോ ഞരമ്പ് രോഗികൾ? അതോ ഇതൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് പരമാവധി പേരിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുന്നവരാണ് ഞരമ്പ് രോഗികൾ എന്നും കൂടി നോക്കണ്ട. അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, ആരാണ് അത്തരത്തിലുള്ള ഒരു വേൾഡ് വ്യൂ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി പ്ലഷർ നേടുക എന്നുള്ളതാണ്. പരസ്പര സമ്മതമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലും ജീവിക്കാം എന്ന മാനദണ്ഡം പൊതുസമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ബയോളജിയുള്ള മനുഷ്യനെ ഞരമ്പ് രോഗികളാക്കി മാറ്റുന്നത്. അതിൽ നിന്നും മനുഷ്യനെ തടയുകയാണ് യഥാർത്ഥത്തിൽ ധാർമ്മികതയും സദാചാരവും മതവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമുക്ക് ചാനലിൽ ഇനിയും ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ചർച്ചകൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.